ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. വലിയ വാർത്ത വന്നിരിക്കുന്നു. നീറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. നീറ്റ് 2021 റിസൾട്ട് ഈസ് ഔട്ട്. 3 കുട്ടികൾക്ക് ഫുൾ മാർക്ക്. നിങ്ങൾ നോക്കണേ ഈ പിള്ളേരുടെ ഒരു കാര്യം. നിങ്ങൾ നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കുട്ടികൾ എടുത്തിട്ടുള്ള അധ്വാനം എത്ര വലുതാണ്. ഒരു 600 മാർക്കിൻ്റെ മേലെയുള്ളവർക്ക് മാത്രമേ ഒരു മെഡിക്കൽ സീറ്റിൻ്റെ സാധ്യത തെളിയുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുക. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ കുട്ടികളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല നീറ്റ് എന്ന കാര്യമാണ്. നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ സീരിയസ് ആയി എല്ലാ വർക്കും ചെയ്യുക. പെട്ടെന്ന് കിട്ടില്ല. അടുത്ത 6 മാസം കൊണ്ട് നമുക്ക് പഠിക്കാം. ഫിസിക്സ് പഠിക്കാം. നീറ്റ്, കീം, ഐക്കർ, ജി-മൈൻസ്, കുസാറ്റ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണെങ്കിലും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മളുടെ ക്യാച്ച് വേർഡ്. അതിൽ കുറവ് വരുത്താൻ പാടില്ല. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ ഈ ആഴ്ച ചെയ്യുക, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് ഹോംവർക്കുകൾ കാണിക്കും, അത് നിങ്ങൾ ചെയ്യണം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസ് എനിക്ക് വേണം ഇവിടെ വേഗം ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടി, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എൻട്രൻസ് എക്സാം ഭാവി തെളിയുന്നത്. ഒരിക്കലും ടീച്ചേഴ്സ് തരുന്ന കാര്യങ്ങൾ അതുപടിയെ കോപ്പി ചെയ്ത് ശീലിക്കരുത്. ആ കാര്യം എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഓർക്കണേ, ഇപ്പോൾ ഞാൻ എഴുതി കാണിക്കുന്നതിനകത്തെ ആ 15ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, അത് ടെക്സ്റ്റ് ബുക്കിലും തെറ്റിപ്പോയിട്ടുണ്ട്. അവിടെ തീറ്റ എന്നുള്ള കാര്യം 60 എടുക്കേണ്ടതിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ 30 എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പോലും കാര്യങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ ആശയങ്ങൾ പഠിക്കുകയാണ്. ഇന്നത്തെ ആശയം എന്താണെന്ന് അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് ഈസ് ഈക്വൽ ടു ഇ എസ് കോസ് തീറ്റ എന്ന കാര്യമാണ്. ഇനി അപ്പോൾ ഒരു ഏരിയയിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ അളവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫ്ലക്സിനെ നമ്മൾ വി യൂസ്ഡ് ടു സേവ് സോ മെനി നമ്പർ ഓഫ് ലൈൻസ്. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് ഇ ഇൻറ്റു എസ്. ഇയുടേത് ന്യൂട്ടൺ പെർ കുളോമാണ്, എസിൻ്റേത് മീറ്റർ സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് നാച്ചുറലി ദ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് വിൽ ബി ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോം വിൽ ബി ദ നാച്ചുറൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ സോ മെനി ലൈൻസ് എന്നായിരിക്കില്ല പറയുക, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോം, അല്ലെങ്കിൽ അത്രയും യൂണിറ്റ് എന്ന രീതിയിലായിരിക്കും പറയുക. അപ്പോൾ ഇതാണ് യൂണിറ്റ്. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഈ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേഷനിലെ അതിമനോഹരമായ ഒരു സിറ്റുവേഷൻ ഇവോൾവ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു പ്ലെയിൻ സർഫസിൽ കൂടെയുള്ള ഫ്ലക്സിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ആ പ്ലെയിൻ സർഫസ് മാറ്റിയിട്ട് ഒരു ക്ലോസ്ഡ് സർഫസ് ആക്കുകയാണ്. ശ്രദ്ധിക്കാം, എന്താണ്? വി മേക്ക് ദിസ് സർഫസ് എ ക്ലോസ്ഡ് സർഫസ്. സി എക്സാമ്പിൾ ലൈക്ക് ദിസ്. ഐ ടേക്ക് എ ക്ലോസ്ഡ് സർഫസ് ലൈക്ക് ദിസ്. സേ ഫോർ എക്സാമ്പിൾ എ ബോൾ you can think of. A ball of any size is okay. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബോളിനെ സങ്കല്പിച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് ക്യൂ എന്ന ചാർജ് ഉണ്ട് എന്നിരിക്കട്ടെ. പ്ലസ് ക്യൂ ചാർജ് ഈസ് ദർ. സോ ഹൗ ഐ ആം ഗോയിങ് ടു ഡ്രോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഞാൻ 4 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ വരച്ചു. ഐ ക്യാൻ ഡ്രോ എനി നമ്പർ ഓഫ് ലൈൻസ്. എത്ര എണ്ണം വരയ്ക്കണം നമ്മളിത് പഠിക്കും കേട്ടോ. അത് അപ്പോൾ പ്ലസ് ചാർജ് ഉണ്ട്, അതിനകത്തുനിന്ന് 4 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു. അപ്പോൾ ഫ്ലക്സ് പുറത്തേക്കാണ്. അപ്പോൾ ഈ കേസിൽ വീസെ ഈ ചിത്രം നിങ്ങൾ വരയ്ക്കാം. അതിന് താഴെ എഴുതാം ഔട്ട് ഫ്ലക്സ്. ഇത് ഏത് തരത്തിലുള്ള ഫ്ലക്സ് ആണ്? ഔട്ട് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് പുറത്തേക്കാണ്. ഓക്കെ. ഇഫ് ഐ കീപ് 2q ചാർജസ് ഇൻസൈഡ്, യു ഡെഫിനറ്റ്ലി നോ ഐ ഹൗ ടു ഡബിൾ ദ നമ്പർ ഓഫ് ലൈൻസ് or the out flux is doubled. Correct, no? And in case if you are keeping a negative charge inside, the flux must be drawn like this. Correct? You should draw with me.
and you should write in the bottom this is an influx. അപ്പോൾ ഔട്ട്ഫ്ലക്സ് ഇൻഫ്ലക്സ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകുന്നു ഇഫ് ദി സർഫസ് ഈസ് എ ക്ലോസ്ഡ് സർഫസ് ആൻഡ് ദ ചാർജ് ഈസ് വെൽ ഇൻസൈഡ്. ചാർജ് അകത്താണ്, സർഫസ് ക്ലോസ്ഡ് ആണെങ്കിൽ പുതിയൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കുകയാണ്, ഔട്ട്ഫ്ലക്സും ഇൻഫ്ലക്സും ഉണ്ടാകുന്നു. അപ്പോൾ അടുത്തൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ? ഈ ചാർജിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഫ്ലക്സിൻ്റെ അളവും കൂടും. അകത്തുള്ള ചാർജിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഫ്ലക്സിൻ്റെ അളവും കൂടും. ദാറ്റ്സ് an important idea. That is, flux is proportional to charge inside. ആ ഇൻസൈഡ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അകത്തുള്ള ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഫ്ലക്സ് മാത്രം എഴുതിയാൽ ശരിയാവുന്നത് എങ്ങനെയാണ്? ഇൻഫ്ലക്സ് ആണോ ഔട്ട്ഫ്ലക്സ് ആണോ എന്ന് കൃത്യമായി സ്പെസിഫൈ ചെയ്യണ്ടേ? വെരി ഗുഡ്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ നോക്കണേ, ഈ ചാർജ് ഈ സർഫസിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇമാജിൻ യു ഹാവ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. രണ്ട് ചാർജും ഉണ്ടെന്നിരിക്കട്ടെ. ദെൻ ഹൗ വിൽ ബി ദ സിറ്റുവേഷൻ? പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്ഫ്ലക്സ് ആൻഡ് നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസസ് ആൻ ഇൻഫ്ലക്സ്. ശരിയല്ലേ? സപ്പോസ് ദി പോസിറ്റീവ് ചാർജ് ഈസ് ക്യൂ ആൻഡ് ദ നെഗറ്റീവ് ചാർജ് ഈസ് മൈനസ് ഡബിൾ ഓഫ് ദാറ്റ്. ദെൻ ഹൗ വിൽ ബി ദ സിറ്റുവേഷൻ? ദ നെറ്റ് ഫ്ലക്സ് എന്ന കൺസെപ്റ്റ് വരും അവിടെ. ശരിയല്ലേ? ഈ ചാർജ് ഔട്ട്ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഈ ചാർജ് അതിൻ്റെ ഇരട്ടി ഇൻഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദിസ് ഈസ് എ കേസ് വേർ യു ഹാവ് ആൻ ഇൻഫ്ലക്സ് അല്ലേ? ഇനി ഇത് 3 ആയിരുന്നെങ്കിലോ? ദെൻ ദിസ് ഈസ് നോട്ട് ആൻ ഇൻഫ്ലക്സ്, ഇറ്റ് ഈസ് ആൻ ഔട്ട്ഫ്ലക്സ് കേസ്. ശരിയാണോ? നിങ്ങൾക്ക് ആശയം നന്നായിട്ട് മനസ്സിലായോ? സോ ഐ ഹോപ്പ് ദാറ്റ് ഐഡിയ ഈസ് ത്രൂ. നമ്മുടെ +2 ഫിസിക്സിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ ആണ് കുട്ടികളെ നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇവിടെ 2 തരത്തിലുള്ള ചാർജും ഉണ്ടെങ്കിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്യാൻ ബി എ കേസ് ഓഫ് ഇൻഫ്ലക്സ് ഓർ ഔട്ട്ഫ്ലക്സ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ജനറലി വി സേ നെറ്റ് ഫ്ലക്സ്. നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അകത്തേക്കും പുറത്തേക്കും ഉള്ളതിനെ ഓൾജിബ്രായിക്കായിട്ട് സം ചെയ്തെടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നെറ്റ് ഫ്ലക്സ്. സോ നെറ്റ് ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ചാർജ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഔട്ട് ഫ്ലക്സ് എന്ന് പറയുന്ന സമയത്ത് ഈ 2 ചാർജും കൂടെ കൂട്ടി നോക്കിയിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ നെറ്റ് ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ചാർജ് ഇൻസൈഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരിക്കും. എങ്ങനെയായിരിക്കും പറയുക? ടോട്ടൽ ചാർജ് ഇൻസൈഡ് എന്ന് പറയണം. ടോട്ടൽ ചാർജ് ഇൻസൈഡ്. സോ യു റൈറ്റ് ഇറ്റ് ഇൻ എ സെപ്പറേറ്റ് ലൈൻ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇൻട്രസ്റ്റിംഗ് ഐഡിയ. ദ നെറ്റ് ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ടോട്ടൽ ചാർജ് ഇൻസൈഡ്. നല്ല ആശയമല്ലേ അത്? ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ജനറലായിട്ടാണ് ചാർജുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ചാർജിൻ്റെ അളവ് സ്പെസിഫിക് ആണെങ്കിൽ ഈ കാര്യത്തിൽ നമ്മൾ സ്പെസിഫിക് ആവേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചേർക്കുന്ന കോൺസ്റ്റൻറ്റിനനുസരിച്ചിട്ടായിരിക്കും അവിടെ എത്ര ഫ്ലക്സ് ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കാം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ആക്ച്വൽ കാൽക്കുലേഷൻ നടത്താൻ പോവുകയാണ്. എങ്ങനെയാണ്? ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്തു. ഓക്കെ, ആ ക്ലോസ്ഡ് സർഫസിനകത്ത് സം സ്പെസിഫിക് ചാർജസ് വി ആർ ഇമാജിനിങ് ലൈക്ക് +5 മൈക്രോകൂളോം, -3 മൈക്രോകൂളോം, പിന്നെയോ -1 മൈക്രോകൂളോം. ഇത്രയും ചാർജുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എ ക്ലോസ്ഡ് സർഫസ്, ഇൻസൈഡ് യു ഹാവ് 3 ചാർജസ്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പോസിറ്റീവ് ചാർജിൻ്റെ അളവ് കൂടുതലാണ്, നെഗറ്റീവ് ചാർജിൻ്റെ അളവ് പോസിറ്റീവിനേക്കാൾ കുറവാണ്. നാച്ചുറലി ഏത് തരത്തിലുള്ള ഫ്ലക്സ് ആയിരിക്കും ഉണ്ടാവുക? നെറ്റ് ഫ്ലക്സ് വിൽ ബി ആൻ ഔട്ട് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതുകയാണ്. ദ നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ഈസ് പ്രപ്പോർഷണൽ ടു, നമ്മൾ ഇതുവരെ അങ്ങനെയാണല്ലോ എഴുതിയേക്കുന്നത്, ഈസ് പ്രപ്പോർഷണൽ ടു ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ്. ഇവിടെ വന്നിരിക്കുന്ന ടോട്ടൽ ചാർജ് ഇൻസൈഡ് എത്രയാണ്? 1 മൈക്രോകൂളോമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് ദ യൂഷ്വൽ ഫിസിക്സ് റൂൾ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരേണ്ടതായിട്ടുണ്ട്. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ പല കാര്യങ്ങളെ വെച്ചിട്ടാണ് തീരുമാനിക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കോൺസ്റ്റൻറ്റ് എന്താണെന്നറിയോ? 1/ε0 ആണ്. എന്താണ്? 1/ε0.
സോ നെറ്റ് ഫ്ലക്സ് ഈസ് 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എന്ന് നമുക്ക് ടോട്ടൽ ചാർജ് എന്ന് നമുക്ക് ജനറലായിട്ട് എഴുതാം. അപ്പോൾ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടേക്ക് ഈ ടോട്ടൽ ചാർജിൻ്റെ സ്ഥാനത്ത് 1 മൈക്രോ കുളോം എന്ന അളവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആശയമുണ്ടല്ലോ, ദിസ് ഐഡിയ ഫസ്റ്റ് കെയിം ഫ്രം എ റിനൗണ്ട് സയൻറ്റിസ്റ്റ് കാൾ ഗുസ്താവ് ഗോസ്. ഈ ആശയത്തെ നമ്മൾ ഗോസ് തിയറം എന്നാണ് പറയുക. എന്താണ് ഗോസ് തിയറം? +2 പരീക്ഷയിലെ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് ഗോസ് തിയറം. സോ ഗോസ് തിയറം അല്ലെങ്കിൽ ഗോസ് ലോ എന്ന് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഗോസ് തിയറം എന്ന് പറയുന്നത്? നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പോവാം നെറ്റ് ഫ്ലക്സ് φe. നമ്മൾ അങ്ങനെയായിരുന്നല്ലോ എഴുതാറല്ലേ. സോ φe ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 1/ε0 ഇൻറ്റു ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ ചാർജ് ഹിയർ? It is 1 into 10⁻⁻⁶. So I am substituting 1/ε0. 1/ε0 is 8.85 into 10⁻12 into 10⁻⁻6. This will be equal to, ഇത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇതൊരു 8.8 എന്നുള്ളത് we approximate it to 10. അങ്ങനെയാണെങ്കിൽ this will be 1/10 into 10⁻6. So that is 10⁵. അത്രയും ഫ്ലക്സ് ഉണ്ടാവും. 10⁵, what will be the unit? Newton meter square per coulomb. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ വരിക. എന്ത് രസമല്ലേ. നമ്മളപ്പോൾ ഒരു ചാർജിൽ നിന്ന് ഈ 3 ചാർജുകൾ അവിടെ വെച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വരയ്ക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എത്രയാണ്? 10⁵ സ്റ്റാൻഡ്സ് ഫോർ 1 lakh. അപ്പോൾ 1 മൈക്രോ കുളോം ചാർജ് അകത്ത് നെറ്റ് ചാർജായി വരികയാണെങ്കിൽ പുറത്തേക്ക് എത്ര ലൈനുകൾ വരയ്ക്കണമെന്നാണ് നമ്മളുടെ സങ്കല്പം? 1,00,000 ലൈനുകൾ വരയ്ക്കണമെന്നാണ് സങ്കല്പം. അങ്ങനെ നമ്മൾ ഒരിക്കലും എണ്ണം പറഞ്ഞ് ലൈനൊന്നും വരയ്ക്കാറില്ല. ഞാൻ ആശയം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വി സേ ദ ടോട്ടൽ ഫ്ലക്സ് ഈസ് 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. ഈ ആശയം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇതും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ആ ലൈനുകൾ വരയ്ക്കുക എന്ന സങ്കല്പം ഉള്ളിലുണ്ടാവണം. ബട്ട് വി വിൽ നെവർ ഡ്രോ ലൈൻസ്, വി വിൽ നെവർ കൗണ്ട് ദം. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ദ അണ്ടർലൈയിങ് ഐഡിയ വെൻ വി സേ ദ ഫ്ലക്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ നെറ്റ് ഫ്ലക്സ് ഔട്ട് ഫ്ലക്സ് ആണ് നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്ത്? നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എന്ന ടോട്ടൽ ചാർജ് ഇൻസൈഡ് എന്നാണ്. ഈ കാര്യം ഗോസ് തിയറമാണ്. ആ ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാതെ ഒരു +2 പരീക്ഷയും കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഇപ്പോൾ പഠിക്കുന്നു ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നു പോകാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതി പഠിച്ചേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഗോസ് തിയറം പഠിക്കുമ്പം അതിലിരിക്കുന്ന ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾ എഴുതിയത് വായിക്കാം. എങ്ങനെയത് വരുന്നത്? ഓരോ അതിന് ഏതെന്താ പ്രാധാന്യം നിങ്ങൾ കേൾക്കണേ. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ആ ആദ്യത്തെ ടോട്ടൽ എന്ന വാക്കവിടെ വേണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് ഔട്ട് ഫ്ലക്സും നെഗറ്റീവ് ചാർജ് ഇൻഫ്ലക്സും പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ ടോട്ടൽ എന്നാണ് ആ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എന്ന വാക്ക് വേണം. കാരണം സർഫസ് ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ, ശ്രദ്ധിക്കണം, സർഫസ് ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ ചാർജ് ഉള്ളിലാണോ പുറത്താണോ എന്ന കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഒരു കുട്ടി ക്ലാസ്സിൻ്റെ വാതിൽക്കൽ വന്ന് നിന്നാൽ, വാതിലിൽ നിന്നാൽ അകത്താണോ പുറത്താണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ദ ചൈൽഡ് ടു ബി ഇൻസൈഡ്, ഹി മസ്റ്റ് ബി ഇൻസൈഡ് ദ ക്ലാസ്, അല്ലേ? അപ്പോൾ ഇൻസൈഡുള്ള കാര്യം മാത്രമേ നമ്മളിവിടെ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് അത്. അതുകൊണ്ട് ആ വാക്ക് നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല. ക്ലോസ്ഡ് എന്ന വാക്ക് വിട്ടുപോകാൻ പാടില്ല. ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റിങ്ഷൻ പറയാൻ പറ്റുള്ളൂ. ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് എന്ന കാര്യം വിട്ടുപോകാൻ പാടില്ല. എന്താ കാരണം? ഫ്രീ സ്പേസിലാവുമ്പോഴാണ് ഇത്രയും ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇഫ് യു ആർ കീപ്പിംഗ് ഇറ്റ് ഇൻ സം അതർ മീഡിയം,
ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് എപ്സിലോൺ 0, എപ്സിലോൺ ഓഫ് ദാറ്റ് മീഡിയം മസ്റ്റ് ബി റിട്ടൺ. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിറ്റുവേഷൻ സംഭവിക്കുന്നത് വെള്ളത്തിനകത്താണെങ്കിൽ ഈ എപ്സിലോൺ 0യ്ക്ക് പകരം എപ്സിലോൺ വാട്ടർ എന്നാണ് വരേണ്ടത്, അല്ലെങ്കിൽ കെ ഇൻറ്റു എപ്സിലോൺ 0 എന്നാണ് വരേണ്ടത്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സിൻ്റെ അളവ് 10⁵ ഉണ്ടാവില്ല, അതിൻ്റെ 100ൽ 1 ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണേ. അപ്പോൾ ആ എപ്സിലോൺ 0 ഇൻ സ്പേസ് എന്നുള്ള കാര്യം അവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം. 1/ε0 എന്ന് വരുന്ന അപ്പം മാത്രമാണ്. അപ്പോൾ 1/ε0 എന്താണല്ലോ എഴുതണമല്ലോ. നെറ്റ് ചാർജ് എന്ന അടുത്ത കാര്യം ഉണ്ടാവണം. കാരണം നിങ്ങളിവിടെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുന്നുണ്ട്. ടോട്ടൽ ചാർജിനെയാണ് നമ്മൾ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ആ നെറ്റ് ചാർജ് എന്ന വാക്ക് അവിടെ ഉണ്ടാവണം. ഈ ടോട്ടൽ എന്ന വാക്കിന് പ്രാധാന്യമുണ്ട്. എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്ന് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. കാരണം വി കൺസിഡർ ചാർജസ് ഓൺലി ഇൻസൈഡ് ദ സർഫസ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ആ ഓരോ വാക്കുകളും കൃത്യമായി വിട്ടുപോവാതെ പഠിക്കണം. ഇപ്പം തന്നെ നിങ്ങളത് കാണാതെ പഠിക്കുക. പരീക്ഷയ്ക്ക് അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം കുട്ടികളെ. അങ്ങനെ നിങ്ങളത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചിട്ട് പരീക്ഷ എഴുതണം. ആശയം മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. ഗോസ് തിയറത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് ആണ്. ആ കാര്യം ഓർക്കണം. ഇവിടെ ടോട്ടൽ എന്ന വാക്ക് വിട്ടുപോകരുത്, കാരണം പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഈ കാൽക്കുലേഷൻ നിങ്ങൾ നടത്തുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ ദർ വാസ് എ ചാർജ് ഓഫ് +8 മൈക്രോകുളോം ഔട്ട്സൈഡ്. 8 മൈക്രോകുളോം ഔട്ട്സൈഡ് ഇവിടെ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹൗ യു ആർ ഗോയിങ് ടു ഇൻക്ലൂഡ് ദിസ് ചാർജ് ഇൻ ദിസ് കാൽക്കുലേഷൻ? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടോട്ടൽ ചാർജിൽ നിങ്ങൾ ഈ 8 കുളോമിനെ പെടുത്തില്ല. വൈ? ബിക്കോസ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി ക്ലോസ്ഡ് സർഫസ്. വി ഡോണ്ട് ടേക്ക് ഇറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 8 മൈക്രോകുളോമിൻ്റെ ഫ്ലക്സ് ഇതിനകത്ത് വരും ഓട്ടോമാറ്റിക്കായിട്ട്. അതെന്താ കാരണം? അതിൽ നിന്ന് തുടങ്ങുന്ന ഫ്ലക്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഫ്ലക്സ് ആയിട്ട് വരും, അത് ഇവിടെ ഔട്ട്ഫ്ലക്സ് ആയിട്ടും വരും. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ എല്ലാ ചാർജിൻ്റെയും കൂടെ ഫ്ലക്സാണ് ഇവിടെ എഴുതിയിരിക്കുന്ന നെറ്റ് ഫ്ലക്സ്. പക്ഷേ ഇവിടെയുള്ള ചാർജ് എന്ന് പറയുമ്പോൾ ഈ 8 മൈക്രോകുളോമിനെ നമ്മൾ ഉൾപ്പെടുത്തില്ല എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രമിക്കുക. അതിലേക്ക് ലീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ, രസകരമായ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാം. ഗോസ് തിയറം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിയറം. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിറയണം. അതിന് ഈ ആശയങ്ങളെല്ലാം വേണം. അപ്പോൾ ആ തിയറം ഞാനിവിടെ എഴുതുകയാണ്. എന്തായിരുന്നു തിയറം നമ്മളുടേത്? ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എന്ന് നമുക്കിങ്ങനെ എഴുതാം. σq എന്നും എഴുതാം. സോ ദാറ്റ് ഈസ് ടോട്ടൽ ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ് അത്. നമ്മളതവിടെ കൃത്യമായിട്ട് എടുത്താൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സിറ്റുവേഷൻ പറയാം. ഉദാഹരണത്തിന് ഒരു പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ഫുട്ബോൾ, അല്ല ഒരു ചെറിയ ബോൾ, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ചെറിയ ബോൾ, അതിൻ്റെ കൃത്യനടുക്ക്, ഇവിടെ കൃത്യനടുക്ക് ഒരു 1 മൈക്രോകുളോം ചാർജ് വെച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കാം. 1 മൈക്രോകുളോമിൻ്റെ വി ഹാവ് ഡൺ ദാറ്റ് കാൽക്കുലേഷൻ earlier, no? So we definitely know the total electric flux outside is 5E is equal to 10⁵ Newton meter square per coulomb. ഇത്രയും ഫ്ലക്സ് ഉണ്ട് നമുക്കറിയാം. 1,00,000 ലൈനാണ് വരയ്ക്കേണ്ടത് എന്ന് നമുക്കറിയാം. അത് വെറുതെ അതിൻ്റെ ഇടയിൽ കൂടെ അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണം ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇതിൻ്റെ അപ്പർ ഹെമിസ്ഫിയറിലേക്ക്, ഇത് കൃത്യം നടുക്കിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ സങ്കല്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അപ്പർ ഹെമിസ്ഫിയറിലേക്ക് എത്ര ഫ്ലക്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പകുതിയായിരിക്കും ഉണ്ടാവുക, അല്ലേ? സോ ഇഫ് യു കീപ്പ് എ ചാർജ് ഓഫ് Q ഇൻസൈഡ്, phi ടോട്ടൽ വിൽ ബി Q ഡിവൈഡഡ് ബൈ ε0 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി ദി അപ്പർ ഹെമിസ്ഫിയർ വിൽ ഹാവ് 1/2 ഓഫ് ദാറ്റ്, ഹാഫ് ഓഫ് ദാറ്റ്. ഇതാണ് ആ കാൽക്കുലേഷൻ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. For this calculation to be correct, the charge must be held exactly at the center. ഇത് ശരിയാവാൻ വേണ്ടിയിട്ട്
എന്നാൽ ഇത് ശരിയാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫൈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0, ഈ കാര്യം ശരിയാവാൻ വേണ്ടിയിട്ട് ദ ചാർജ് നീഡ് നോട്ട് ബി അറ്റ് ദ സെൻറ്റർ. ഇത് ടോട്ടലാണ്, ആശയം മനസ്സിലായില്ലേ? പക്ഷേ ഇത് ശരിയാണെങ്കിൽ ചാർജ് മസ്റ്റ് ബി അറ്റ് ദ സെൻറ്റർ. ആ ആശയം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി അടുത്ത കാര്യം, സപ്പോസ് ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് ദിസ് ചാർജ് ഇൻ എ സ്മോൾ ക്രിക്കറ്റ് ബോൾ, ഇമാജിൻ യു ആർ കീപ്പിംഗ് ഇറ്റ് ഇൻ എ larger football. Will this calculation be different? This calculation will be the same. This also will be the same provided the charge is at the center. ശരിയായില്ലേ? ഇനി പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചു, ഒരു ക്യൂബ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് യു ക്യാൻ തിങ്ക് ഓഫ് എ ക്യൂബ് ഓൾസോ. ഒരു ക്യൂബ് ആണെങ്കിലും ഈ കാൽക്കുലേഷൻ ശരിയാണ്. അതിൻ്റെ അപ്പർ പാർട്ട് ഓഫ് ദ ക്യൂബ് സിമെട്രിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കാൽക്കുലേഷനും ശരിയാണ്. ശരിയല്ലേ? ഇനി ഒരു ക്യൂബിൻ്റെ പരീക്ഷയ്ക്ക് ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ബുക്കിൽ ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരു ക്യൂബിൻ്റെ കൃത്യം സെൻറ്ററിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ, ക്യൂ എന്ന ചാർജ് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ഇതായിരിക്കും. അതിൻ്റെ ഒരു ഫേസിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും? ഒരു ഫേസിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് അല്ല, എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും? സിമ്പിളാണ്. കൃത്യം സെൻറ്ററിലാണ് ഇരിക്കുന്നതെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഇതാണ്. ഇനി ഒരു ഫേസിലൂടെ എത്ര ഉണ്ടാകുമെന്ന് നോക്കണമെങ്കിൽ ഹൗ മെനി ഫേസസ് എ ക്യൂബ് വിൽ ഹാവ്? എ ക്യൂബ് വിൽ ഹാവ് 6 ഫേസസ്. കറക്റ്റ് നോ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് എഴുതിയാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ ഓഫ് ദി ഫേസസ് പ്രൊവൈഡഡ് ദ ചാർജ് ഈസ് അറ്റ് ദ സെൻറ്റർ. ആശയം മനസ്സിലായോ? ഇനി വേറൊരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെ ഈ ചാർജ് സെൻട്രൽ വെക്കുന്നതിന് പകരം ഈ ക്യൂബിൻ്റെ ഒരു കോർണറിലായിരിക്കുന്നതെന്നിരിക്കട്ടെ, ഒരു കോർണറിലാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കോർണറിൽ ഒരു ചാർജ് വെച്ചു, ക്യൂ എന്ന ചാർജ് വെച്ചു. ആ ചാർജിൽ നിന്ന് എത്ര ഫ്ലക്സാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കണേ അത്. സോ ഫൈ ടോട്ടൽ വിൽ ബി ക്യൂ ബൈ എപ്സിലോൺ 0. ഇത്രയും ഫ്ലക്സ് ടോട്ടലായിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് അതിൽ എത്ര ഭാഗം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നറിയണമെങ്കിൽ നമ്മുടെ ക്ലാസ് ഉണ്ട്, തൊട്ടപ്പുറത്തെ ക്ലാസ് ഉണ്ട്, ഇതിനപ്പുറത്തെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അപ്പർ ഫ്ലോർ, നമ്മൾ നിൽക്കുന്ന ഫ്ലോറിൽ തന്നെ 4 ക്ലാസ് ഉണ്ട്, അതിൻ്റെ താഴെയും 4 ക്ലാസ് ഉണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അപ്പോൾ മൊത്തം 8 ക്ലാസ് ഉണ്ട്. സോ ദ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഷെയർഡ് ബൈ 8 ക്ലാസ്സസ്. അപ്പോൾ ഹൗ മച്ച് ഫ്ലക്സ് വിൽ കം ടു അവർ ക്ലാസ്? So we will be sharing only 1/8 of the total flux. ആശയം മനസ്സിലായോ? ആ ആശയമാണ് ഈ പറഞ്ഞത്. ഈ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു കോർണറിലാണ് വെക്കുന്നതെങ്കിൽ ടു ദാറ്റ് ക്യൂബ് 1/8 ഓഫ് ദ ടോട്ടൽ ഫ്ലക്സ് വിൽ ബി ദർ. നിങ്ങൾ ആ ഹോംവർക്ക് ചെയ്ത് നോക്കുക. ഹോംവർക്കിൽ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസും ഉണ്ട്, എക്സർസൈസും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം, നമ്മൾ ചെയ്യും. പിന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ പർപ്പസ്ഫുള്ളി മേഡ് ഡിഫിക്കൽട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് 2 കുറേ ഡിഫിക്കൽട്ട് ആക്കിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം കേസുകളിൽ നിങ്ങൾ നല്ല ക്ഷമയോടെ ആ കാര്യം പഠിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് E ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ പെർ കൂളം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി 100 I ന്യൂട്ടൺ പെർ കൂളം എന്ന് പറയാം. ഓക്കെ. ഇനി ഇതേ ഇലക്ട്രിക് ഫീൽഡ് 100 XI എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഇത് എക്സ് ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ? അത് ഐയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എക്സ് അവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈസ് ഇറ്റ് എ കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്? നോ, ദ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചസ് വിത്ത് എക്സ് എന്ന് മനസ്സിലാക്കണം. ആശയം മനസ്സിലായോ? ഇങ്ങനെ ആ കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിച്ച് സമയമെടുത്ത് ഹൃദ്യസ്ഥമാക്കി, ഇതിൻ്റെ ആദ്യത്തെ ഫേസിലുള്ള കാര്യമാണ്. നിങ്ങൾ അതിനുള്ള ക്ഷമ കാണിക്കണം കുട്ടികളെ. ആ ക്ഷമ നിങ്ങൾ കാണിച്ചാൽ മാത്രമേ പ്രൊഫഷണൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയൂ. അപ്പോൾ ഇതെൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഇരുന്ന് പഠിക്കുക. സ്പെൻഡ് ടൈം വിത്ത് യുവർ ബുക്ക്.
ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഐ ആം നോട്ട് എക്സ്ട്രാ ഇൻ്റലിജൻറ്റ്, ഐ സ്പെൻഡ് മോർ ടൈം വിത്ത് പ്രോബ്ലംസ്. അങ്ങനെയാണ് നമ്മൾ എക്സൽ ചെയ്യുക. നോട്ട് ഓൺലി ഇൻ എക്സാംസ്, എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് എക്സലൻസ് ആണ് വേണ്ടത് എങ്കിൽ യു മസ്റ്റ് സ്പെൻഡ് മോർ ടൈം വിത്ത് ദാറ്റ്. ഇന്ന് കണ്ടില്ലേ, ഇപ്പം 720-ൽ 720 മാർക്ക് മേടിച്ചിരിക്കുന്നു 3 കുട്ടികൾ. അപ്പോൾ അവരെത്ര സമയം സ്പെൻഡ് ചെയ്ത് എത്ര സൂക്ഷ്മമായി പരീക്ഷ എഴുതിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം. 720 വാങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്കായി, 600-ന് മേലെ വരുമ്പോൾ നമ്മൾ നീറ്റിലെ സാധ്യതയുള്ള ആളുകളായി. ഇനി 620-ൻ്റെ താഴെ പോയ കുട്ടികളും കീമും ഐക്കറും കുസാറ്റും ജിമെയിൻസും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. നീറ്റ് ഒരു പരീക്ഷ മാത്രമാണ്, ധാരാളം പരീക്ഷകൾ വേറെയുമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.